ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ തക്കാളി കൊണ്ടുള്ള ഒരു ചമ്മന്തി. ഇത് ദോശയുടെ കൂടെ, ഇഡ്ഡലി, വട, പിന്നെ നമ്മുടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ കറിയായിട്ട് എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ ചട്നിയാണ് ടൊമാറ്റോ ചട്നി. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നമുക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ സവാള ഉള്ളി നമുക്ക് ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 5 അല്ലി വരെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് 1 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയെല്ലാം നന്നായി വഴണ്ടിട്ട് അത് സോഫ്റ്റായോ എന്ന് ശ്രദ്ധിക്കണം. വെളുത്തുള്ളി സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി മീഡിയം സൈസ് 2 ടൊമാറ്റോ ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അധികം ചട്നി വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയുടെ അളവ് കൂട്ടുക. അതനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി എല്ലാം അധികം എടുക്കുക. ഈ ടൊമാറ്റോ നന്നായി സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ടൊമാറ്റോ നല്ല സോഫ്റ്റായി കിട്ടി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇത് വഴറ്റിയെടുത്ത ടൊമാറ്റോ ചൂടാറാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ടൊമാറ്റോ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ അരച്ചെടുത്തു. ഇനി അരച്ചെടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്താം. ഇനി നമുക്ക് കടുക് വറുത്ത് ഇതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. ഇത് കടുക് വറുക്കാനായിട്ട് ഞാൻ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി. ഇതിലേക്ക് ഞാൻ 2 ചുവന്ന മുളക് മുറിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് വറുത്തത് റെഡിയായി. ഇനി നമുക്കിത് ഈ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡിയായി. ഇത് ശരിക്കും നല്ല രുചിയുള്ള ഒരു ടൊമാറ്റോ ചട്നിയാണ്. എല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഈ വടയുടെ കൂടെയാണ് നമ്മുടെ ടൊമാറ്റോ ചട്നി കഴിക്കാൻ പോകുന്നത്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ്. I will see you soon with another video. Thank you for watching.